സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വേണ്ടത് മൈൻഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു നല്ല മൈൻഡിൽ മാത്രമേ നല്ലൊരു സെക്സ് നടക്കുള്ളൂ. പീരീഡ്സിൻ്റെ സമയത്ത് ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സേഫാണ്. ഫോൺ വീഡിയോസ് കണ്ട് 3 4 അല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫാൻറ്റസൈസ് ചെയ്യുന്ന അവരോട് എന്താ പറയാനുള്ളത്? ഫോണിൽ കാണുന്നതല്ല റിയൽ ലൈഫ്. ഫോൺ സ്ഥിരമായിട്ട് കാണുന്നവരിൽ കാണുന്നതാണ് ഫോൺ ഇൻഡ്യൂസ്ഡ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഓവുലേഷൻ പീരീഡിലും ഡ്യൂറിങ് പീരീഡ്സിലും പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീക്കിലൊക്കെയും സെക്ഷൽ അർജ് സ്ത്രീകൾക്ക് ജനറലി കൂടുതലായിട്ട് കാണുന്നുണ്ട്. കല്യാണം കഴിഞ്ഞു പ്രോപ്പറായിട്ട് സെക്സ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഓജസ്സും തേജസ്സൊക്കെ വരുമെന്നൊരു ചിന്തയുണ്ട്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ബയോളജി ക്ലാസ്സിൽ റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്റർ വരുമ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നിൽക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് മിസ് പറയും സ്കിപ്പ് ദ ചാപ്റ്റർ. നമ്മൾ തിരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ ഇവർക്ക് നാണോ അല്ലെങ്കിൽ അതിന് കപ്പാസിറ്റി ഇല്ലാത്തോ അതിനെ ഫിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇവരിത് ഒഴിവാക്കുന്നത്. കാരണം അത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വേർഡാണ് സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും ബയോളജിക്കലായിട്ടൊരു നീഡാണ് ഫുഡും വെള്ളവും പോലെ തന്നെ. ഈ 40കളിൽ സ്ത്രീകൾക്ക് പ്രണയം മുട്ടിടും എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ എല്ലായിടത്തും ഈ പറഞ്ഞ എയ്ഡ്സ് ഒന്നും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. വരാനുള്ള സാധ്യത വളരെ ഹൈ ആണെന്ന് മാത്രം. സെക്സ് ഇപ്പോഴും ഒരു ടാബു ആയിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മളത്. ഈ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ബയോളജി ക്ലാസ്സിൽ റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്റർ വരുമ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നിൽക്കാറുണ്ട്. മിസ് എന്തായിരിക്കും അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തരിക പറഞ്ഞു തരിക എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ആ സമയത്ത് മിസ് പറയും സ്കിപ്പ് ദ ചാപ്റ്റർ, അല്ലെങ്കിൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് പഠിച്ചാൽ മതി എന്ന് പറയും. എന്തുകൊണ്ടാണ് നമുക്കൊരു സെക്സ് എഡ്യൂക്കേഷൻ ഇപ്പോഴും സ്കൂളുകളിൽ വലിയ രീതിയിൽ ഇല്ലാത്തത്? നമ്മുടെ ഇവിടെ എസ്പെഷ്യലി ഇന്ത്യയിൽ സെക്സ് എഡ്യൂക്കേഷൻ വളരെ കുറവാണ്. അതൊരു ഷെയിമൊക്കെയാണ് ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മിക്കവർക്കും. ഈ പഠിപ്പിക്കുന്ന മിസ്സും ഇവർക്കൊക്കെ ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ലെന്ന് രണ്ടാമത് നമ്മൾ തിരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ ഇവർക്ക് നാണോ അല്ലെങ്കിൽ അതിന് കപ്പാസിറ്റി ഇല്ലാത്തോ അതിനെ ഫിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇവരിത് ഒഴിവാക്കുന്നത്. പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ സെക്ഷൽ ഓർഗൻസ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്താണ് സെക്ഷൽ ബിഹേവിയർ, എന്തൊക്കെയാണ് സെക്സിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷനിൽ പാർട്ടിൽ വരുന്നില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ഇത് ഈ ചോദ്യം ആരോട് ചോദിക്കും എന്നുള്ള അങ്ങനെ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഈ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയോട് ചോദിക്കും, അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും സുഹൃത്തുക്കളോട് ചോദിക്കും. അപ്പോൾ കറക്റ്റായിട്ടൊരു ഇൻഫോർമേഷൻ അല്ല അവർക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവർ വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വേറെ രീതിയിലേക്ക് എത്തിപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവർക്കുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത് പോൺ മൂവീസിൽ നിന്നാണ്. ഫോണിൽ കാണുന്നത് റിയൽ സെക്സ് ആണെന്ന് അവർ ധരിക്കുകയും ഈ എക്സ്പെക്റ്റേഷനോട് മാരേജ് ലൈഫിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടും. പിന്നീട് മാരേജിലുണ്ടാകുന്ന ഫിയർ, ഫെയിലിയർ, ഗിൽട്ട്, ഇങ്ങനെ കുറേ പ്രോബ്ലംസിലേക്ക് ഇത് എത്തിപ്പെടുകയും റൈറ്റ് ഇൻഫോർമേഷൻ റൈറ്റ് സ്ഥലത്ത് നിന്ന് കിട്ടാതാവുമ്പോൾ മിസ്ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇൻഫോർമേഷൻ എടുക്കാൻ കാരണം ഉണ്ടാവും. അത് കറക്റ്റായ ഇൻഫോർമേഷൻ ആയിരിക്കില്ല, അത് പ്രശ്നങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ സ്കൂൾ കോളേജ് തലങ്ങളിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ റൈറ്റ് സ്ഥലത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ ഇത് പുറത്ത് അന്വേഷിച്ച് പോയി തേടി ഒരു പ്രശ്നത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറയും. കാമസൂത്രമൊക്കെ ഉണ്ടായ സ്ഥലമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ആ ഒരു സെക്സ് എന്നുള്ളൊരു വേർഡ് പോലും പറയാൻ മടിക്കുന്നത്? സെക്സ് എന്ന് പറഞ്ഞ വേർഡ് വരും. ഞാൻ ആലോചിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ പോലും സെക്സ് എന്ന് പറഞ്ഞ ഒരു ആഡ് കണ്ടാൽ പോലും പേപ്പർ മീഡിയ പോലും അത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറാവില്ല. കാരണം അത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വേർഡാണ് സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും ബയോളജിക്കലായിട്ടൊരു നീഡാണ് ഫുഡും വെള്ളവും പോലെ തന്നെ. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ റിലീജിയനും കൾച്ചറൊക്കെ ഇത് പറയൂ മിണ്ടാൻ പാടില്ലെന്നോ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോലും അനുവദിക്കാതെ അത് പറയുന്നവരെ മാറ്റി നിർത്തുകയും കളിയാക്കപ്പെടുകയും ചെയ്യുന്നൊരു രീതിയിലാണ് നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ കണ്ടീഷൻ തന്നെ തുറന്നു പറയാൻ നമുക്ക് ഇപ്പോഴും പേടിയാണ്. കാരണം സൊസൈറ്റി നമ്മളെ എങ്ങനെ കരുതും? സെക്സിനെ കുറിച്ച് ഒരു സ്ത്രീ സംസാരിക്കുകയാണെങ്കിൽ അവൾ കുറേ വേറെ രീതിയിൽ അവളെക്കുറിച്ച് ചിന്തിക്കുന്നതും അങ്ങനെയാണ്. കുറേയൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് നമ്മൾ അവകാശപ്പെടുമെങ്കിൽ റിയൽ എഡ്യൂക്കേഷൻ നമുക്കില്ലേ, പല കാര്യങ്ങളിലും ഇതില്ല. ഇപ്പോഴും മാറാൻ നമ്മൾ തയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഇത്രയും വലിയൊരു ബയോളജിക്കൽ നീഡിനെ ഈക്വലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് തന്നെയാണ്. ഇത് കൊടുക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പം തന്നെ സുപ്രീം കോടതിയൊക്കെ തന്നെ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷനോ സ്ത്രീക്കോ ഒരുമിച്ച് താമസിക്കുകയോ ഒരുമിച്ച് ജീവിക്കുകയോ സെക്ഷൽ ഏർപ്പെടുന്നതിന് നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളത് ഇപ്പോൾ റീസെൻ്റായിട്ടാണ് നിയമം പോലും അത് അംഗീകരിച്ചത്. അതിനു മുമ്പ്
ഒരാളുടെ ബയോളജിക്കൽ നീഡ് അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ തോന്നി അവർ ആ കുറച്ച് സമയം മനസ്സും ശരീരം കൂടി ഒന്നിച്ച് ചെലവഴിക്കുന്നതിന് ഭയങ്കരമായൊരു തെറ്റായിട്ടാണ് സൊസൈറ്റി കണ്ടിരുന്നത്. അത് ഇനിയും മാറാനുണ്ട്, മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വേണ്ടത് മൈൻഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു നല്ല മൈൻഡിൽ മാത്രമേ നല്ലൊരു സെക്സ് നടക്കുള്ളൂ. മൈൻഡ് ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്സൈറ്റി ഇല്ലാതാക്കുന്നത്, റിലാക്സ്ഡ് മൈൻഡ് ആവണം എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മൈൻഡാണ് നമുക്ക് അനാവശ്യമായിട്ടുള്ള ഫിയർ, ആങ്സൈറ്റി, വറീസ് ഇതൊന്നും ഇല്ലാത്ത ഒരു ഫ്രീ മൈൻഡായിരിക്കുക എന്നുള്ള സെക്ഷൻ. രണ്ടാമത് ഫിസിക്കൽ ഹെൽത്താണ്. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി എക്സസൈസ് വളരെ നിർബന്ധമാണ്. ഡെയിലി എക്സസൈസ് ഇല്ലാത്ത ഒരാൾക്ക് സെക്ഷൽ ഹെൽത്തിലും പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. റൈറ്റ് ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു പ്രോപ്പർ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി നൈട്രിക് ഓക്സൈഡ് കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. മെഡിറ്റേഷനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും, കാരണം റിലാക്സ് മൈൻഡ് ആക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. എസ്പെഷ്യലി ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, പിന്നെ സ്മോക്കിംഗ് ആണ്, ഒബേസിറ്റി, ഇന്നാക്റ്റീവ് ആയിട്ടുള്ളൊരു ബോഡി. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യം. ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് സ്ത്രീകളിൽ ഒരു സെക്ഷൽ ഏർജ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഒന്നുകിൽ പ്രീ പീരീഡ്സ് ആയിട്ടുള്ള ആ ഒരു സമയത്തായിരിക്കാം, അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്തായിരിക്കാം. അത് എന്തുകൊണ്ടാണ് ആ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് മാത്രം, അല്ലെങ്കിൽ ഈ ഓവുലേഷൻ പീരീഡിൽ സെക്ഷൽ ഏർജ് ഭയങ്കര ഹൈ ആയിട്ടിരിക്കുന്നത്? ഓവുലേഷൻ പീരീഡിലും ഡ്യൂറിങ് പീരീഡ്സിലും പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീക്കിലൊക്കെയും സെക്ഷൽ അർജ് സ്ത്രീകൾക്ക് ജനറലി കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് സെക്ഷൽ അർജ് മാത്രമല്ല, അവരുടെ ഇമോഷൻ എല്ലാം ആ സമയത്ത് ഹൈ ആയിരിക്കും. അപ്പോൾ ചിലരെ നിങ്ങൾ നോക്കിയാൽ കണ്ടിട്ടുണ്ടാവും, പെട്ടെന്ന് ദേഷ്യവും വാശി, ഇറിറ്റേഷൻ ഇതും അതുപോലെ തന്നെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ് അതിന് കാരണം. നമ്മളെ ഈ സെക്സ് ശരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പരിധി വരെ നമ്മുടെ ഹോർമോണുകളാണ്. നിങ്ങളുടെ ഹോർമോൺ ഹൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ബോഡിയിൽ ഇത് ഹൈ ആയിട്ടിരിക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് പലരും സെക്ഷൽ ബിഹേവിയർ അല്ലെങ്കിൽ ആക്ടിലേക്ക് വരാനുള്ള കാരണം ഹൈപ്പർ സെക്ഷൽ ഡിസോർഡറായിട്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്നിട്ടുണ്ട്, പുരുഷനും സ്ത്രീയും. ഇതിൻ്റെയൊക്കെ കാരണം അവരെ നിയന്ത്രിക്കാതെ, അവരുടെ പോലും പെർമിഷൻ ഇല്ലാതെ ഈ ഹോർമോൺ ഹൈ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഹോർമോണിൻ ഇംബാലൻസ് ആണ് പീരീഡ്സിലും അതുപോലെ തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ ഹൈപ്പർ സെക്ഷൽ ഡിസൈറിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് തെറാപ്പീസാണ്. തെറാപ്പി ചെയ്തിട്ട് അവർ നോർമലിലേക്ക് കൊണ്ടുവരും. ഒപ്പം തന്നെ എന്നിട്ടും ഹൈ ആയിട്ട് നിൽക്കുന്നവരെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആൻറ്റി ആൻഡ്രോജൻ പോലത്തെ മെഡിക്കേഷൻസ് ഉണ്ട്, അതെടുക്കാൻ പറയും. കാരണം അപ്പം നമുക്ക് ഈ കൂടുതലായിട്ടുള്ള ഹോർമോണിൻ്റെ അവസ്ഥ ബാലൻസ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. എസ്പെഷ്യലി ഈ പീരീഡ്സിൻ്റെ സമയത്ത് സംഭവിക്കുന്ന ഹോർമോൺ ചേഞ്ചസ് തന്നെയാണ്. ആ ചേഞ്ചസ് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറലാണ്. ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്യൂറിങ് പീരീഡ്സ് സെക്സ് ചെയ്യുമ്പോൾ സ്ത്രീകളിൽ ആ പീരീഡ് പെയിന് കുറച്ച് കുറവാണ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ മിക്ക ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ്, ഈ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത് സേഫ് ആണോ എന്നുള്ളൊരു കാര്യം. ശരിക്കും പീരീഡ് സമയത്ത് ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് നല്ലതാണ്? പീരീഡ്സിൻ്റെ സമയത്ത് ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സേഫാണ്. പ്രഗ്നൻസി റിസ്ക് വളരെ കുറവാണ്. ചെയ്യണോ വേണ്ടുന്ന സ്ത്രീയുടെ കംഫർട്ടും പുരുഷൻ്റെ കംഫർട്ടും അനുസരിച്ചിരിക്കും. ചില പുരുഷന്മാർക്ക് അതൊട്ടും കംഫർട്ടായിരിക്കില്ല, ചില സ്ത്രീകൾക്കും കംഫർട്ടായിരിക്കില്ല. പിന്നെ ഇൻഫെക്ഷൻ്റെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇൻഫെക്ഷൻ ആവണം നിർബന്ധമില്ല, പക്ഷേ പോസിബിലിറ്റീസ് ഹൈ ആണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഇത് ഉപയോഗിച്ചിട്ട് സെക്സ് ചെയ്യാം. ഈ കോണ്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ മിക്ക ആളുകളും ചിലപ്പോൾ സെക്സ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഈ കോണ്ടമൊക്കെ വാങ്ങിപ്പോവും. പക്ഷേ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ കോണ്ടം ചിലപ്പോൾ യൂസ് ചെയ്ത് അത് സ്ലിപ്പായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കോണ്ടം ഇട്ടിട്ട് കംഫർട്ട് ആവുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. സോ ഇവർ ഈ കോണ്ടം ഇല്ലാതെ അൺസേഫ് ആയിട്ടുള്ള സെക്സ്, അല്ലെങ്കിൽ കോണ്ടം അല്ല മറ്റ് പ്രൊട്ടക്ഷൻ മെത്തേഡ്സ് ഒന്നും ഇല്ലാതെ അൺസേഫ് ആയിട്ടുള്ള സെക്സ് ആണ് പിന്നീട് ചെയ്യുന്നത്. ശരിക്കും ഈ കോണ്ടം ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് സെക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പരാതികൾ പറയുന്ന ആളുകളും ഉണ്ട്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ കോണ്ടം ഉപയോഗിച്ച് സെക്സ് ചെയ്യാൻ പറ്റില്ല എന്നാൽ അവരുടെ അർജൻസ് ആണ്. പെട്ടെന്ന് അവർ ഇതിന് പോലും ക്ഷമയില്ലാതെ, അതായത് അവർ പെട്ടെന്ന് ആ ഒരു മൂഡിലേക്ക് വരുമ്പോൾ സെക്സിലേക്ക് ഏർപ്പെടുന്നതാണ് കാരണം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക്കും ഉണ്ട്. നിങ്ങളിപ്പോൾ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആവാനുള്ള ഹൈ ചാൻസും ഉണ്ട്. രണ്ടാമത് നമുക്ക് ഒരു മൾട്ടിപ്പിൾ പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു അൺനോൺ പേഴ്സണായിട്ടാണ് സെക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടം ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക്
വളരെ റിസ്ക്കാണ്. പ്രത്യേകിച്ചും ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസും അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പോലത്തെ സാധനങ്ങളൊക്കെ വരാനും വളരെ ഹൈ റിസ്ക്കാണ്. ഈവൻ കോണ്ടം വരെ 100% സേഫ് അല്ല. ചില കോണ്ടംസ് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതൽ ഉണ്ടാവുള്ള അങ്ങനെയുള്ള ചാൻസുകളുണ്ട്. പിന്നെ ചിലർക്ക് കോണ്ടം ഒട്ടും കംഫർട്ടല്ല, അവരുടെ സെൻസേഷൻ കുറയുന്ന ഒരു ഫീൽ അവർക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത്, അതുകൊണ്ട് കോണ്ടം യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും പൊതുവെ കോണ്ടം സേഫാണ്, പക്ഷെ 100% സേഫ് അല്ല. അൺസേഫ് ആയിട്ട് നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ ഈ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് പിൽസ് കഴിക്കും. അപ്പോൾ ഈ പിൽസ് റെഗുലറായിട്ട് കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഈ ഹോർമോണൽ ചേഞ്ച് നമ്മളെ സൈക്കോളജിക്കലി എങ്ങനെയാണ് ബാധിക്കുക? പിൽസ് സ്ഥിരമായിട്ട് കഴിക്കുന്ന സമയത്ത് എന്ത് മെഡിസിനും എഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ട്. സൈക്കോളജിക്കലി അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, സൈക്കോളജിക്കലി വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഫിസിക്കലി എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം അതിന് സൈക്കോളജിക്കലി നമ്മുടെ മൂഡിനൊന്നും മാറ്റാൻ ഈ പിൽസിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിൽസ് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ അവെയറാണ്, നമ്മളിത് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്, വൺ ഓഫ് ദി മെത്തേഡാണ്. ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, കാരണം ബോഡിയിൽ അതിൻ്റെതായ എഫക്റ്റുകൾ ഉണ്ടാവും. ചിലർ തടി വയ്ക്കാൻ തുടങ്ങുന്നു, ഹോർമോണിന് ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടാകുന്നു. ഈ ഒറ്റ കാരണം തന്നെ പീരീഡ്സിലെ ഇറഗുലാരിറ്റീനൊക്കെ കാരണം ഉണ്ടാക്കാൻ വയ്ക്കും. സൈക്കോളജിക്കലി വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഈ കല്യാണം കഴിഞ്ഞ ഉടനെ ചില സ്ത്രീകൾ എന്തുകൊണ്ടാണ് വണ്ണം വെക്കുന്നത് അല്ലെങ്കിൽ ഒരു പുഷ്ടിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? പണ്ടൊക്കെ പറയും കല്യാണം കഴിഞ്ഞു അപ്പോൾ അവർ ഇനി നന്നായിക്കോളൂ എന്ന് പറയും. പലരും ഒരു ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞു പ്രോപ്പറായിട്ട് സെക്സൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഓജസ്സും തേജസ്സൊക്കെ വരുമെന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഒന്നാമത്തെ ഫുള്ളി നമ്മൾ റിലാക്സ്ഡ് ആണ്. ആ കല്യാണത്തിൻ്റെ ഫസ്റ്റ് മാസങ്ങളിലൊക്കെ വളരെ ഹോർമോണൽ ചേഞ്ചസ് ബോഡിയിൽ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഡോപ്പാമിൻ, ഓക്സിറ്റോക്സിൻ, ഇതിൻ്റെയൊക്കെ ഒരു നല്ല പോലെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈസ്ട്രോജൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബാലൻസ് ബോഡിയിൽ നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, കല്യാണത്തിൻ്റെ ആ സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ഫുഡ് തരുന്നു, ഗസ്റ്റുകൾ നിങ്ങൾക്ക് ഫുഡ് തരുന്നു, ആവശ്യം നിങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു, സന്തോഷം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു, സ്ട്രെസ് ഹോർമോൺ കുറയുന്നു. ഇങ്ങനെ അവസ്ഥയിൽ നമ്മൾ നാച്ചുറലായിട്ടും വണ്ണം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഹൈ കാലറി നമ്മുടെ അകത്തേക്ക് ചെല്ലുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ജനറലായിട്ട് വണ്ണം വയ്ക്കുന്നതിൻ്റെ കാരണം. മുഖത്തൊരു ഗ്ലോ ഒക്കെ വരുന്ന ആളുകൾ പറയും, ഇപ്പം നിന്നെ കാണാൻ കുറച്ചുകൂടിയും അത് വണ്ണം വെച്ച് കഴിയുമ്പോൾ മുഖത്തുണ്ടാകുന്ന ഒരു ഫാറ്റിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ കാരണം വരുന്നത്. ഡിസേബിലിറ്റി ഉള്ള ആളുകളുടെ കൂടെ പാർട്ട്ണറായിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ പുറമേ നിൽക്കുന്ന സമൂഹം പറയും ഇവർ തമ്മിലുള്ള ഒരു സെക്സ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സെക്സ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല, ഈ പെൺകുട്ടി ഇയാളുടെ പൈസ കണ്ട് ചിലപ്പോൾ നിൽക്കുന്നതായിരിക്കും എന്നൊക്കെ അതിനൊരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര അടിപൊളിയായിരിക്കും, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമല്ല വേണ്ടത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം ഇവർ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ റീസെൻ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു കപ്പിളുണ്ട്. ഒരു പെൺകുട്ടിയും ഈ കുട്ടിയുടെ പാർട്ട്ണർ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കമൻസ് മൊത്തം ഇവർ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാവി എന്തായിരിക്കും, ഈ കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സെക്സ് ലൈഫ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ആളുകളുടെ ഒരു ആദ്യം വ്യാധിയൊക്കെയാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. എന്താ ഡോക്ടർക്ക് അതിൻ്റെ ഒരു ഒപ്പീനിയൻ? ആക്ച്വലി ഒരു രണ്ടുപേരും ഒന്നായി തീർന്നതിന് ഫുള്ളി ഫിസിക്കൽ സെക്സ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാണുന്ന ആളുകൾക്കാണിത് തോന്നുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരിൽ കാണാണ്. ഇവർ തമ്മിൽ ഒന്നിക്കുന്നതിൻ്റെ കാരണം ഫസ്റ്റ് സ്നേഹമാണ്, പിന്നെ ഇമോഷണൽ കണക്ഷനാണ്, പിന്നെ അവരുടെ പ്രസൻസ് തന്നെ അവരെ കംഫർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തന്നെ മതി നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ തന്നെ. പിന്നെ ഒരു ടച്ച് ഇനഫാണ്. നല്ല വേർഡ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കിട്ടുമ്പോൾ തന്നെ ഈ സെക്ഷൽ ഫീലിംഗ് അവരിലേക്ക് വരുന്നു. പിന്നെ പെനിട്രേഷൻ സെക്സ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് ചിലർക്ക് ചിലപ്പോൾ അവർ ഫിസിക്കൽ ഓർഗൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട് അറിയില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് ഇപ്പോൾ പെനിട്രേഷനൊന്നും വേണമെന്നൊന്നുമില്ല. അവർക്ക് സെക്ഷലി അവരൊരു ഓർഗാസത്തിലേക്ക് എത്താൻ അല്ലാതെ തന്നെ ബോഡി ടച്ച്, അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ ഓർഗനിലുള്ള ടച്ച്, അല്ലെങ്കിൽ ഒരു ഹഗ്, ഇത് മോർ ദാൻ ഇനഫാണ് അവരിലേക്ക് എത്താനായിട്ട്. മെയിൻലി അവർ തമ്മിൽ മനസ്സുകൊണ്ടുള്ള ഐക്യം, ഇമോഷണലായിട്ടുള്ള ഇൻറ്റിമസി അത് ഉണ്ടെങ്കിൽ ധാരാളം മതി. പുറത്തുനിന്ന് കാണുന്നവർ ഈ പറഞ്ഞ കമൻറ്റുകളൊക്കെ ഇടുന്നവർ സെക്ഷൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരാണ് ഇത് കൂടുതൽ. അത് മറ്റുള്ളവർ എവിടെയെങ്കിലും കാണുന്ന സമയത്ത് അവർ ഫ്രസ്ട്രേഷനാണ് അവർ പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. അവരെ എപ്പോഴും അവരുടെ ഉള്ളിലുള്ള ലൈഫുമായിട്ട് മുൻവിധികളാണ് അവരുടെ ഉള്ളിലുള്ളത്.
അവർ ഹാപ്പിയാണ്, അവർക്ക് ബുദ്ധിമുട്ടില്ല. ഈ പറഞ്ഞ പുറത്തെ ഉള്ള ആളുകൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഈ 40കളിൽ സ്ത്രീകൾക്ക് പ്രണയം മുട്ടിടും എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. 40 വയസ്സാകുമ്പോഴാണ് സ്ത്രീകൾ വേറൊരു ലൈഫിൻ്റെ ഫേസിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് റിലേഷൻഷിപ്പുകളും സ്ത്രീകൾക്ക് കൂടുതലാണ് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? 40 കഴിഞ്ഞ എല്ലാവർക്കും അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. എന്നാലും 40 കഴിഞ്ഞ ചിലർക്ക് കാണുന്നുണ്ട്. ആ സമയത്ത് അവർ രണ്ട് കാരണങ്ങൾ. ഒന്ന്, അവർ കുറച്ച് ഫ്രീ ആവുന്നൊരവസ്ഥയുണ്ട്. പിള്ളേരൊക്കെ ഇത്തിരി വലുതായി അവർക്ക് കുറച്ചുകൂടി സ്വസ്ഥത കിട്ടുന്ന അവസ്ഥയുണ്ട്. രണ്ടാമത്, ഇവർ കുറച്ച് പേര് ഒരു അൺഅറ്റൻഡഡ് ആണ്. ഇവരുടെ പാർട്ട്ണർ വേറെ ഇവരെ വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ ഈ പറഞ്ഞ രീതിയിൽ, അപ്പോൾ അവർക്ക് ഒരു ഇത് കിട്ടാതെ വരുന്ന സമയത്ത് അവർ ഒരാഗ്രഹം അവരുടെ ഉള്ളിലുണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവൈലബിലിറ്റി ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് അതിലേക്കൊരു ടെൻഡൻസി അവരിലേക്ക് വരുന്നത്. മുമ്പുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ ഇതിനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അവർ മറ്റു കാര്യങ്ങൾ ഒത്തിരി എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഫ്രീ ആവുന്നു, സമയമുണ്ട്. കുട്ടികളൊക്കെ ഒരു വലുതായി പോയുമ്പോൾ തന്നെ ഇരിക്കുന്നു, ലോൺലെസ്, ബോറിങ്. അപ്പോഴാരെങ്കിലും ആയിരിക്കും ഒരു ഹായ് പൂയൊക്കെ പറഞ്ഞ് മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ അവൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നു. അവളുടെ ഉള്ളിലുള്ള സാധാരണ ആഗ്രഹങ്ങളും സാധാരണ രീതിയിൽ ചിറക് മുളയ്ക്കുന്നു, ഒരു അട്രാക്ഷൻ തോന്നുന്നു, അതിലേക്ക് പോകാനുള്ള ടെൻഡൻസി വരുന്നു. അത്രേ ഉള്ളൂ, എല്ലാവരിലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടൊരു വാർത്തയാണ് ഈ കൊച്ചിയിൽ എയ്ഡ്സ് രോഗം ഭയങ്കരമായി പെരുകുന്നു എന്നുള്ളത്. എങ്ങനെയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പോൾ അൺപ്രൊട്ടക്റ്റഡായി സെക്സ് ചെയ്യുന്നവർ തന്നെയാണ് നമ്മൾ മിക്ക ആളുകളും. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമുക്ക് എയ്ഡ്സ് ഉണ്ടോ, HIV ഉണ്ടോ? എന്തെങ്കിലും ഒരു സിംറ്റംസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? എൻ്റെ ക്ലിനിക്കിലും ഇതേ കേസുകളായിട്ട് ടെൻഷൻ അടിച്ച് ആളുകൾ വന്നിട്ടുണ്ട്. കൂടുതലും മെയിലാണ് വന്നിട്ടുള്ളത്, ചെറുപ്പക്കാർ. എന്താ കാരണമെന്ന് ആദ്യമൊന്നും പറയില്ല, പിന്നെയാ പറയണേ ഞാനിങ്ങനെ ഒരു സെക്ഷൽ ഇതിൽ പോയി. അപ്പോൾ ഇപ്പം എന്താ പ്രശ്നം? ആങ്സൈറ്റിയാണ്. എന്തിനാണ് ആങ്സൈറ്റി? എനിക്ക് വല്ലതും സംഭവിച്ചു. എന്ത് സംഭവിച്ചെന്ന് ഉദ്ദേശിച്ച് അല്ല, വല്ല എയ്ഡ്സ് വല്ലതും വന്നിട്ടുണ്ടോ? നമുക്ക് അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ എല്ലായിടത്തും ഈ പറഞ്ഞ എയ്ഡ്സ് ഒന്നും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. വരാനുള്ള സാധ്യത വളരെ ഹൈ ആണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വരുന്ന ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ചില ടെസ്റ്റുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യും. ഈ VDRL എന്ന് പറയുന്നത്, RPR എന്ന് പറയും. അതായത് ലൈംഗിക രോഗങ്ങൾ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ഉണ്ട്. അതിനോടൊപ്പം ജനറലായിട്ട് നമ്മൾ സീറോളജി എന്ന് പറയാം. അതായത് HIV 1, 2 ടെസ്റ്റ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് C ടെസ്റ്റ്, ഹെപ്പറ്റൈറ്റിസ് B ടെസ്റ്റ്. ഇതൊക്കെയാണ് നമുക്ക് ബ്ലഡിലൂടെയും ഈ ഒരു സെക്ഷൽ ഇതിലൂടെയും നമുക്ക് വരുന്നത് ഈ ഒരു അസുഖങ്ങൾ. അതിൽ HIV-യും HBV-യും SCV-യും, അതായത് ഹെപ്പറ്റൈറ്റിസ് B, C, HIV ഇതിനൊന്നും ട്രീറ്റ്മെൻറ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് കൂടാണ്ട് പിന്നെ സ്ത്രീകളിൽ വരാൻ ചാൻസ് കൂടുതലുള്ളതാണ് HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകാനുള്ള വളരെ സാധ്യത കൂടുതലുള്ള സാധനമാണ്. പിന്നെ പണ്ടൊക്കെ അറിയപ്പെടുന്നത് സിഫിലിസ്, ഗൊണോറിയ പോലത്തെ അസുഖങ്ങൾ. അപ്പോൾ എയ്ഡ്സ് മിക്കവാറും വളരെ ലേറ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നടത്തിയില്ലെങ്കിൽ വർഷങ്ങളോടെ ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളൊരു ഈ പറഞ്ഞ സീറോളജി ടെസ്റ്റ് നമ്മൾ ഏതെങ്കിലും ലാബിൽ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മളപ്പം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം, ഈ ടെൻഷൻ അടിച്ച് പിന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നിരുന്നാലും ഏറ്റവും നല്ലത് പ്രൊട്ടക്റ്റായിട്ടുള്ള എന്തെങ്കിലും സേഫായിട്ടുള്ള മാധ്യമങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അൺനെസറി നമുക്ക് ഈ ടെൻഷൻ ഒഴിവാക്കാം. ഇതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഈ മയക്കുമരുന്ന് സിറിഞ്ചുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ ഒരു സിറിഞ്ച് മറ്റൊരാൾ ഉപയോഗിക്കുന്നു, അത് വീണ്ടും അടുത്ത ആൾ ഉപയോഗിക്കുന്നു, വളരെ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ വേറൊരു വിഭാഗം കൂട്ടരിൽ ഈ ഒരു ഓറൽ സെക്സും ഏനൽ സെക്സും ഒക്കെ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതും പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ വളരെ സാധ്യത കൂടുതലാണ് ഈ പറഞ്ഞ സെക്ഷൽ ഡിസീസ് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഈ പോൺ വീഡിയോസ് ഒക്കെ കണ്ട് 3SM 4SM പോലുള്ള സംഭവങ്ങൾ ഫാൻറ്റസൈസ് ചെയ്യുന്ന ടീനേജേഴ്സ് ഉള്ള ഒരു സൊസൈറ്റിയിൽ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും സെക്സ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ലവ് മേക്കിംഗ് ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള പോൺ വീഡിയോസ് കണ്ട് 3SM 4SM അല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫാൻറ്റസൈസ് ചെയ്യുന്ന, അല്ലെ അത് എനിക്കും വേണം, ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിക്കുന്ന ആളുകളുള്ള സമൂഹമാണ്. അവരോട് എന്താ പറയാനുള്ളത്? ഇത് ഉണ്ട് സൂര്യ പറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മളെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. പോൺ കണ്ടിട്ട് പോണാണ് റിയൽ ലൈഫ് എന്ന് കരുതിയിട്ട് സെക്ഷലി പോയിട്ട് പരാജയപ്പെട്ട ഒത്തിരി കേസുകൾ നമുക്കുണ്ട്. കാരണം ആ ഫോണിൽ കണ്ടം വരെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന സമയത്ത് പെർഫോമൻ ആങ്സൈറ്റി, അവർ എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ റിസൾട്ടിനെ കുറിച്ച് ബോധറാവും ഡ്യൂറിങ് സെക്സിൽ. അപ്പോൾ പെർഫോമൻസ് മോശമാവും, പ്രശ്നമാവും, സെക്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ സ്വാധീനിച്ചത് ആരാ? ഫോണാണ്. ഫോണിൽ കണ്ട ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? അവർ കുറേ അവയവങ്ങളിലുള്ള വ്യത്യാസങ്ങൾ,
പൊസിഷൻസിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ അവർ ട്രൈ ചെയ്യും. ഈ പറഞ്ഞ ത്രീസം അങ്ങനെയൊക്കെ പോകും 3 പേര്, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ കൊള്ളാം. നമ്മൾ മനുഷ്യർ എപ്പോഴും ഡിഫറൻസ് ആഗ്രഹിക്കുന്നവരാണ്. വൈ ഡോണ്ട് ഐ ട്രൈ ദാറ്റ് വേ? ഫാൻറ്റസി നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും രസം, അല്ലെങ്കിൽ ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്താലോ. ഇത് അപ്ലൈ ചെയ്യുന്ന കുറേ പേരുണ്ട് ആ ഒരു ഇത് കണ്ടിട്ട്. ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് റിയൽ ലൈഫ് അല്ല എന്നുള്ളത് അവർ അറിയുന്നില്ല. പക്ഷേ അതെല്ലാം ചെയ്തു നോക്കാനായിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതെല്ലാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പോണിൽ കാണുന്നതല്ല റിയൽ ലൈഫ് എന്ന് മാത്രമല്ല, പോൺ സ്ഥിരമായിട്ട് കാണുന്നവരിൽ കാണുന്നതാണ് പോൺ ഇൻഡ്യൂസ്ഡ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. എന്ന് വെച്ചാൽ ഇനി പോൺ സ്ഥിരമായിട്ട് കാണുമ്പോൾ, പോൺ കണ്ടാലാണ് അവർക്ക് ഒരു ഇറക്ഷൻ അല്ലെങ്കിൽ ഒരു ഫീല് കിട്ടുള്ളൂ. പോൺ ഇല്ലാത്തപ്പോൾ ഈ ഒരു ഫീല് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ഗ്രാജുവലി ഈ ഇറക്ഷൻ കുറയും, ഇറക്ഷൻ ഡിസ്ഫങ്ഷൻ വരാനുള്ള ചാൻസ് വളരെ. പോൺ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിന് നോർമൽ സെക്സിനോട് താല്പര്യം പൊതുവെ കുറവാണ്. പിന്നെ ഇവരെപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്ത് ഫെയിലിയർ ആയിട്ടുണ്ടാവും. അവരുടെ മനസ്സിലെപ്പോഴും പോണിൽ കണ്ട ഹീറോ ആണ് അല്ലെങ്കിൽ ഹീറോയിനാണ്. അതായത് ഇതിൽ പ്രാക്ടീസ് ചെയ്യും, നടക്കില്ല, ഫെയിലിയർ ഒരു തവണ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യും, ലൈഫ് ലോങ് ഫെയിലിയറായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡോക്ടറുമായിട്ട് സംസാരിച്ചത്. സെക്സ് എന്നുള്ളൊരു വേർഡ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എൻറ്റയർ ഇൻ്റർവ്യൂവിൽ നമ്മളത് ഒരുപാട് വട്ടം യൂസ് ചെയ്തു. ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ പല ആളുകൾക്കും ഒരു ഇറിറ്റേഷൻ തോന്നിയേക്കാം. ഇപ്പോഴും ആ ഒരു സെക്സ് എന്നുള്ളൊരു വേർഡിൻ്റെ അടുത്ത് ലിമിറ്റേഷൻ കൽപ്പിച്ച ആളുകളുണ്ടാവും. പക്ഷേ ഇത്തരത്തിലൊരു തുറന്ന സ്പേസുകൾ സംസാരിച്ചാൽ മാത്രമേ അതൊരു എഡ്യൂക്കേഷനായിട്ടും അവെയർനെസ് ആയിട്ടും ആളുകളിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഒരുപാട് നേരം നമ്മളോട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചതിൽ താങ്ക് യു. താങ്ക് യു.